വൈൽഡ് സാങ്ച്വറിയിൽ നിന്ന് പിന്നെ നേരെ പോയത് ഞങ്ങൾ നമ്മുടെ ഗുണ കേവിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഗുണ കേവ് ഏകദേശം എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഈ വണ്ടികളുടെ പാർക്കിംഗ് ഇത് കണ്ടാൽ നമുക്കറിയാലോ ഗുണ കേവ് മൊത്തം ആൾക്കാരായിരിക്കുന്ന. ഗുണ കേവിലെ ഏറ്റവും ഭംഗിയെന്ന് പറയുന്നത് ആ മരത്തിൻ്റെ വേരുകളുടെ ഒക്കെ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. അപ്പോൾ ആ വേരുകളുടെ ഏരിയ എങ്ങനെയായിരിക്കും ഞാൻ മുന്നേ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. തിരക്ക് കണ്ട ഈ തിരക്കിൽ കൂടെ ഞങ്ങൾ തുഴഞ്ഞാണ് ഗുണ കേവിലോട്ട് പോയത്. നോക്ക് ഗുണ കേവിൻ്റെ ഒരു പുറത്തെ ഭാഗമാണ് അതിട്ട് ഉള്ളിലേക്ക് കടക്കാനുള്ള ഒരു തിരക്കാണത്. എന്താ ഒരു തിരക്കെന്നറിയോ ദൈവമേ. ഇനി വെക്കേഷൻ ടൈമിൽ കൊടൈക്കനാൽ ക്യാൻസലാക്കിയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഈ ഒരു പരിസരത്തേക്ക് ഞാൻ വരണ്ട എന്ന് പറഞ്ഞതാണ് കേട്ടോ. ഇവരുടെയൊക്കെ ഒരു നിർബന്ധം കൊണ്ടാണ് വന്നത്. കാരണം നമ്മൾ മുന്നേ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് നല്ല തിരക്കാന്നുള്ളത്. പക്ഷെ കോടയൊക്കെ നിറഞ്ഞിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആൾക്കാരെ കൊണ്ട് എവിടെ നിന്ന് ഫോട്ടോസോ ഒരു വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി. ഞാൻ പറഞ്ഞ വേരികളാണ് കണ്ട. വേരികളൊന്നും കാണാനില്ല, മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ. പിന്നെ ദാ ഗുണ കേവിൻ്റെ ആ ഏരിയയിലേക്ക് കിടക്കുന്ന ആ ചെറിയൊരു പോർഷനാണല്ലോ നമ്മുടെ ഗ്രില്ലിട്ട് അടച്ചിരിക്കണേ. ശരിക്കും പറഞ്ഞാൽ ആ ഗ്രില്ലൊക്കെ ഒരുപാട് തുരുമ്പ് പിടിച്ചു കൂട്ടാ. ഇനി ഒരു 2 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ ആ ഗ്രില്ല് കൂടിയൊക്കെ താഴോട്ട് ആരെങ്കിലുമൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അത്രയ്ക്കും തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ചവിട്ടുമ്പോൾ അത് വളയുന്നൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ച് വരുമ്പോൾ ദാ നമുക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. പിന്നെ ഫുള്ള് കോടയായിരുന്നു കേട്ടോ. കോടയുടെ ഉള്ളിൽ കൂടി ഉള്ളൊരു യാത്രയാണ്. ഇപ്പം നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. പൈൻ ഫോറസ്റ്റിലോട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നല്ല ബ്ലോക്കായിരുന്നു. പൈൻ ഫോറസ്റ്റിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് അവിടുത്തെ കോടയും കാര്യങ്ങളൊക്കെ കണ്ടു. അവിടെ നിന്നും ഇറങ്ങി. അപ്പോൾ നമ്മൾ വേഗം തന്നെ തിരിച്ച് വരികയാണ്. കാരണം ഒരുപാട് ഇരുട്ടാകുമ്പോഴേക്കും നമുക്ക് ഹൈ റേഞ്ച് താഴോട്ട് ഇറങ്ങണം. അപ്പോൾ എല്ലാവരും ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 3 മണി സമയമായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വിശപ്പിന് ഒരു ശമനം വരുത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള മാഗിയും ചോക്ലേറ്റ് കോഫിയും കഴിക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ ആ ഒരു ചെറിയൊരു കഫ്റ്റീരിയയാണ്. ആ കഫ്റ്റീരിയയുടെ പുറമേക്കുള്ള ഒരു ഭംഗിയാണ് കേട്ടോ അത്. കോടയൊക്കെ വന്ന് നിറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ അറ്റത്ത് നിന്ന് ഇങ്ങനെ കോട വന്ന് കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴേക്കും അവിടെ നല്ല മഴ പെയ്യാൻ തുടങ്ങി. മഴ ചാറാനും അതുപോലെ മൊത്തം കോട നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ട മഴയൊക്കെ ഇതാ പെയ്യാൻ തുടങ്ങി. ഞങ്ങൾ അപ്പോഴേക്കും വേഗം ആ കഫ്റ്റീരിയയുടെ ഉള്ളിലേക്ക് കയറിയിട്ടാണ്. അപ്പോഴേക്കും നമ്മൾ ഓർഡർ കൊടുത്ത ടീയും അതുപോലെ മസാല ടീ, ചോക്ലേറ്റ്, ഹോട്ട് ചോക്ലേറ്റ്, അതുപോലെ മാഗി എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോട്ട് ചോക്ലേറ്റ് നമ്മൾ വിചാരിച്ച പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാഗി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാഗിക്ക് വേണ്ടി ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. ഹോട്ട് ചോക്ലേറ്റ് എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു. ആ ചെറിയൊരു ഗ്ലാസ്സാണ് സംഭവം. നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള കോസ്റ്റ്ലിയാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ എല്ലായിടത്തും നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിതൊന്ന് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മളതൊന്ന് മേടിച്ചതാണ്. അങ്ങനെ ഹോട്ട് ചോക്ലേറ്റ് പോയ വഴിയൊന്നും അറിഞ്ഞില്ല കേട്ടോ. പിന്നെ മാഗി കിട്ടിയപ്പോൾ ഇത്തിരി ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ അതൊക്കെ കൊണ്ട് കാറിലിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചത് എല്ലാവരും ഇത് പാക്ക് ചെയ്ത് പിടിച്ച് നടക്കണം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഇതാ കോടയൊക്കെ നിറഞ്ഞ് റോഡൊക്കെ മൂടിയിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോൾ യാത്ര തുടർന്നു. അപ്പോൾ സമയം കണ്ട് 4 മണി ആവണമല്ലോ. ഈ 4 മണി സമയത്ത് ഈ ഒരു റോഡിൻ്റെ അവസ്ഥ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. കണ്ട ഇതാണ് റോഡിൻ്റെ അവസ്ഥ. ഇരുട്ട് മൂടി എല്ലാ വാഹനങ്ങളും കണ്ട് ലേറ്റ് ഇട്ടിട്ട് വരുന്ന ഒരു അവസ്ഥ. സമയം ഒരു 8 മണിയുടെ ഫീലില്ലേ. 4 മണി ആവണേ ഉള്ളൂ കേട്ടോ. ശരിക്കും ഇരുട്ട് കുത്തിയിട്ടുള്ളൊരവസ്ഥ. ഞങ്ങൾക്ക് 2-3 സ്ഥലത്താണ് റോഡ് കോട കാരണം ബ്ലോക്കായി വളരെ സ്ലോവിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നത് കേട്ടോ. കാരണം റോഡൊന്നും കാണുന്നില്ല. വാഹനങ്ങളെല്ലാം ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തി. അത്രയും കോട വന്ന് നിറഞ്ഞു. പിന്നെ മഴ, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കോട വന്ന് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ദൂരം താഴോട്ട് ഇറങ്ങിയപ്പോൾ നമുക്ക് ഇത്തിരി ഒന്ന് ആകാശമൊക്കെ തെളിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ക്യാരറ്റ് എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടാണ്. ഫ്രഷ് ക്യാരറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. വിശപ്പുള്ളത് കൊണ്ട് വേഗം ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നീലണ്ണും
ക്യാരറ്റ് കഴിക്കുകയാണ്. ഇത്ര ദൂരം നമ്മൾ ഈ ഒരു കോട കാരണം എത്തി ഇങ്ങനെ ടെൻഷൻ പിടിച്ച യാത്രയായിരുന്നു. അപ്പോഴേക്കും പിന്നെ താഴെ എത്തി. നമ്മൾ കൊടൈക്കനാൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മലയോട് നമ്മൾ ബായ് ബായ് പറഞ്ഞു കേട്ടോ. ബായ് ബായ് പറഞ്ഞു. പിന്നെ നേരെ ഹോട്ടലിലോട്ട് കയറി ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഉച്ചയ്ക്കത്തെ ഫുഡ് ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. നമ്മൾ വേഗം താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഫുഡൊന്നും കഴിക്കാനൊന്നുമില്ല. പിന്നെ നമ്മൾ അത്ര ഹെവി ആയിട്ട് കഴിക്കാമെന്നും പറഞ്ഞ് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാനിരിക്കുക. അങ്ങനെ ഞങ്ങളിതാ കൊടൈക്കനാൽ വിട്ടു, പഴനിമല എത്തി. പഴനിമലയോടും യാത്ര പറഞ്ഞ് പിന്നെ നേരെ വടക്കഞ്ചേരിക്ക് വെച്ച് പിടിച്ചുവിട്ടാം.